ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി സ്കൂൾ. ഹിജാബ് അനുവദിക്കില്ല, യൂണിഫോം പാലിക്കുമെന്ന് എഴുതി വാങ്ങും. We will follow our management respective rules and regulation, the same institution, St. Rita's Public School. Surely we will follow that. സ്കൂളിന് തീരുമാനമെടുക്കാമെന്ന നിലപാട് മയപ്പെടുത്തി വി ശിവൻകുട്ടി. പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. NOC നൽകുന്നത് സർക്കാർ എന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഭീഷണി വേണ്ടെന്ന് സ്കൂൾ അധികൃതർ. Education Minister has to step back from the statement he has made. ഹിജാബ് വിവാദത്തിൽ യോഗം ചേർന്ന് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ. ദീപിക മുഖപ്രസംഗത്തിലൂടെ സർക്കാരിന് സഭയുടെ മുന്നറിയിപ്പ്. വിവാദം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് രാജീവ് ചന്ദ്രശേഖർ. മന്ത്രി പറഞ്ഞതുപോലെ ഹിജാബ് അനുവദിക്കണമെന്ന് SDPI. ശിവൻകുട്ടിയെ പിന്തുണച്ച് INL. സജി ചെറിയാനെയും AK ബാലനെയും വിമർശിച്ച് G സുധാകരൻ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചു. തന്നെ ഉപദേശിക്കാൻ പ്രത്യയശാസ്ത്ര ബോധമില്ല. അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്ര ബോധമോ അല്ല അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. രണ്ടുപേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. AK ബാലൻ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെ മിണ്ടിയിട്ടില്ലെന്ന് തുറന്നടിച്ചു. അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹം 72 കൂടിയ സഭയുടെ സംസ്ഥാന സമ്മേളനത്തെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു, കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ ഞാൻ വിമർശിക്കത്തില്ലേ. സുധാകരനെ തള്ളി ആർ നാസർ. KPCCയുടെ സാംസ്കാരിക വേദിയിൽ പോവുക, അവിടെ വെച്ചിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു പ്രതികരണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് നമ്മുടെ മറ്റ് പൊതുസമൂഹവും മറ്റ് നമ്മുടെ സഹാക്കളും എല്ലാം കാണുന്നത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് അവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പാടില്ല എന്നൊരു രൂപത്തിൽ നമ്മളോട് പറഞ്ഞു. ആ രൂപത്തിൽ നിൽക്കുകയാണ്. ആറന്മുള വള്ളസദ്യ വിവാദത്തിൽ മന്ത്രിക്ക് സദ്യ വിളമ്പിയതിൽ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും രണ്ട് തട്ടിൽ. ഗൂഢാലോചന ആരോപിച്ച് പള്ളിയോട സേവാ സംഘം. പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡെന്ന് ക്ഷേത്രം തന്ത്രി. മന്ത്രിക്ക് വീഴ്ചയില്ലെന്ന് PS പ്രശാന്ത്. സന്നിധാനത്തിലെ സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെയും വാസുവിനെയും SIT ഉടൻ ചോദ്യം ചെയ്യും. UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കം. ശരണം വിളിച്ച് ഉദ്ഘാടനം ചെയ്ത് ദീപാദാസ് മുൻഷി. Before saying anything, I would like to pray, Lord Ayappa, Swamiye Sharanam Ayappa. അന്വേഷണം നേരിടാൻ ദേവസ്വം മന്ത്രി തയ്യാറാകണമെന്ന് അടൂർ പ്രകാശ്. ആയിഷ തിരോധാന കേസിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘം. സീരിയൽ കില്ലർ സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തി. റിപ്പോർട്ട് ആയിഷ കൊല്ലപ്പെട്ടെന്ന ന്യൂസ് 18 വാർത്ത ശരിവെച്ച്. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. നമസ്കാരം. ഒരു സ്കൂളിനകത്ത് തീരേണ്ട വിഷയമായിരുന്നു പള്ളുരുത്തി സെയിന്റ് റീതാസിലെ ഹിജാബ് വിവാദം. അത് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ആളി കത്തിച്ചവർക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ ഇനി അതിന് ഈ നാട് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല. സ്കൂളിലെ യൂണിഫോമിൽ ഹിജാബ് വിലക്കുന്നത് ഇസ്ലാമോഫോബിയയാണോ? ഏത് സ്ഥാപനത്തിലും നിയമങ്ങളും ബൈലോയും പാലിക്കുമെന്ന് തലകുലുക്കി അതിന്റെ ഭാഗമാകുന്നവർ പിന്നീട് ഭരണഘടനയെ കൂട്ടുപിടിച്ച് ആ പേരിൽ അത് ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കേണ്ടതാണോ? സ്കൂളിലെ യൂണിഫോം അനുശാസിക്കുന്നത് അനുസരിക്കുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ നിലപാടെടുത്തതോടെ ഇന്നലെ സമവായത്തിലെത്തിയ വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയോടെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ആരാണ് അതിന്റെ ഫലം കൊയ്യുന്നത്? കേരളം ഇന്ന് ഹിജാബ് വിഷയം ചർച്ച ചെയ്യുന്നത് ഇതുവരെ ചർച്ച ചെയ്യാത്ത മറ്റൊരു കോണിൽ കൂടിയാണ്. ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ ഇനി മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടരുത് എന്ന ചർച്ച സജീവമായി നടക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ഗ്രൂപ്പുകളിൽ. ക്രൈസ്തവരുടെ സ്കൂളുകളിലും മുസ്ലിം സമുദായത്തിലുള്ളവർ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും ഹിന്ദു കുട്ടികൾ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിലും പഠിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തു തുടങ്ങിയാൽ ഈ നാട് എങ്ങോട്ട് മുന്നോട്ടു പോകും? എല്ലാ സ്കൂളുകളിലും ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കുലർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് SDPI രംഗത്ത് വരുമ്പോൾ ഹിജാബ് വിവാദത്തിന് പിറകിൽ ചില ശക്തികളുണ്ടെന്ന സ്കൂൾ വാദം എങ്ങനെ കണ്ണടച്ച് തള്ളാൻ പറ്റും?
ഭരണഘടന മതസ്വാതന്ത്ര്യം മാത്രമല്ല മതേതരത്വവും അനുശാസിക്കുന്നുണ്ടെന്ന് അറിയാത്തവരാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. സെക്യുലറിസമല്ല, മതാചാരവും ആചാര ലംഘനങ്ങളുമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോയതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. ഇപ്പോഴും പരിഹാരമില്ലാതെ തുടർന്ന ഹിജാബിലെ ശരിക്കും അജണ്ട എന്താണ്, അതാരുടേതാണ് പരിശോധിക്കുന്നു ഈ ഒരു മണിക്കൂറും. നമുക്കൊപ്പം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ ചേരും. വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റ് ഓർഗനൈസേഷന്റെ അബ്ദുള്ള അബ്ബാസിലൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ആരിഫ് ഹുസൈൻ, കാസ ഭാരവാഹി കെവിൻ പീറ്റർ, ഒപ്പം ഇടത് നിരീക്ഷകർ റെജി ലൂക്കോസിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം നമുക്ക് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും പ്രതികരണങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ മയപ്പെടലാണ്. പക്ഷേ ആ മയപ്പെടലിനൊപ്പം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ ഭീഷണിയുടെ സ്വരമാണെന്ന് സ്കൂൾ അധികൃതർ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്തു. ഹിജാബ് വിവാദത്തിൽ ആദ്യം അദ്ദേഹം നിലപാട് മയപ്പെടുത്തി. നിലവിലുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാം എന്നാണ് സർക്കാർ നിലപാട് എന്ന് മന്ത്രി പറയുന്നു. യൂണിഫോമിന്റെ നിറവും ശൈലിയും സ്കൂളിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. എന്ത് തർക്കത്തിന്റെ പേരിലായാലും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിന്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലിന് വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവഴി അവസാനിപ്പിക്കുക. അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേർന്നു. നമ്മൾ പാനലിസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുൻപ് കിരൺ, ഈ പ്രശ്നം ഇന്നലെ അവസാനിക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല, അത് അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് മന്ത്രിയുടെ പ്രസ്താവന വരികയും അത് പ്രകോപനപരമായ മറ്റു പരാമർശങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്ന് ഇതൊരു തുറന്ന പോരിലേക്ക് പോകുന്നു. ഇതൊരു സ്കൂൾ ഗ്രൗണ്ടിൽ തീരുന്ന വിഷയത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അതേത് തരത്തിലാണ്? ഒരു പക്ഷേ കേരളം ചർച്ച ഒരിക്കലും ചെയ്യാത്ത രീതിയിലേക്കൊക്കെ ഇത് പോയേക്കാം. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും അല്ലെങ്കിലും എന്നുള്ള വളരെ ഖേദിപ്പിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. സർക്കാർ അനാവശ്യ ഇടപെടലുകൾ നടത്തിയോ? വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അനവസരത്തിലുള്ളതായി പോയോ? ഈ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇതിൽ പ്രതികരിക്കേണ്ട എന്ന് നിലപാടെടുക്കുന്ന പ്രതിപക്ഷവും കോൺഗ്രസും ഒരു വശത്തുമുണ്ട്. ഏത് തരത്തിലാണ് ഹിജാബ് വിഷയം ആളിക്കത്തുന്നത് ഈ മിനിറ്റിലും? അപർണ, ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇതിൽ വർഗീയപരമായ ഒരു ആംഗിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായും പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ പക്വമായ ഒരു പ്രതികരണമായിരുന്നു ആദ്യഘട്ടത്തിൽ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. അതോടൊപ്പം തന്നെ അവിടെ എത്തിയ എറണാകുളത്തെ MP ഹൈബീഡനായാലും ആ തരത്തിലൊരു ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കപ്പെട്ടതാണ്. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ പേരിൽ വീണ്ടും രാത്രിയിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കുറിപ്പുണ്ടാകുന്നു. ആ കുറിപ്പ് പക്ഷേ വീണ്ടും പ്രശ്നത്തെ ആളിക്കത്തിക്കുന്ന രീതിയിലേക്കായിരുന്നു. രക്ഷാകർത്താവിൻ്റെ നിലപാടുകൾ മാറുകയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് മറ്റു നിലപാടിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു. ഈ അവസരത്തിൽ തന്നെ SDPI, അവിടെയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് അറിയേണ്ടത്. SDPI ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞൊരു സർക്കുലർ സർക്കാർ ഇറക്കണം, അല്ലെങ്കിൽ ഉത്തരവിറക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. സ്വാഭാവികമായും സർക്കാരിന് അതിലെ അപകടം സർക്കാർ കൃത്യമായി തിരിച്ചറിയുന്നു. SDPIയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കുന്ന ഒരു നിലപാടിൽ സർക്കാരിന് അങ്ങനെ ഒരു നിലപാട് ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഒരു നിലപാട്
നിലപാട് അംഗീകരിച്ച് വന്നു കഴിഞ്ഞാൽ അത് SDPയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും രാഷ്ട്രീയമായി സർക്കാരിന് തിരിച്ചടി നേരിടുകയും ഒക്കെ ചെയ്യും. അത്തരമൊരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ നിലപാടിൽ മയപ്പെടുത്തുന്നത്. മന്ത്രി നിലപാട് മയപ്പെടുത്തുന്നു. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു. വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നിലപാട് മയപ്പെടുത്തി പറയുന്നു. പക്ഷേ അവിടെ പറഞ്ഞ ഒരു വാചകം, ഈ സ്കൂളിനടക്കം NOC നൽകാനുള്ള അധികാരം സർക്കാരിനാണ്, അതുകൂടി വിദ്യാഭ്യാസ വകുപ്പിനാണ്, അതുകൂടി ഇവർ ഓർത്ത് വേണം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരം ഒക്കെയുള്ള ഒരു വാചകം കൂടിയാണ്. കൃത്യമായി തന്നെ അത് വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഒരു 5ാമത്തെ 6ാമത്തെ മിനിറ്റിൽ തന്നെ മാനവിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണം പറഞ്ഞു. മന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പ്രതികരണം വരുന്നു. ഞങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറയുന്നു. മന്ത്രിയുടെ പ്രസ്താവന തികച്ചും തെറ്റായ പ്രസ്താവനയാണ്, നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്ന് പറയുന്നത്. മന്ത്രിയെ ഓപ്പണായി തന്നെ അങ്ങനെ ഒരു പോരാട്ടത്തിന് തയ്യാറാണ്, അങ്ങനെ ഒരു വെല്ലുവിളി തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെയാണ് സർക്കാർ തികച്ചും വെട്ടിലായി പോയത്. ഈ യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഒന്നാമത്തെ വിഷയം, ഇത് ഒരു മാനേജ്മെൻറ്റ് തീരുമാനം മാത്രമല്ല, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ലത്തീൻ സഭയുടെ തീരുമാനം മാത്രമല്ല. കേരളത്തിലെ ക്രൈസ്തവ സഭകളാകെ ഈ വിഷയത്തിൽ, ഇത് ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള ഒരു നേരത്തെ തൊട്ടേ കേരളത്തിൽ ചെറിയ തോതിലെങ്കിലും ഉള്ള ഇസ്ലാം മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചെറിയ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുകൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്രൈസ്തവ സഭകളിലെയും യോജിച്ച തീരുമാനം വരുന്നു. അങ്ങനെ ഹിജാബിനെതിരായ ഒരു യോജിച്ച നിലപാടിൽ നമ്മൾ നിൽക്കണമെന്ന് തീരുമാനം വരുന്നു. അത് നൽകുന്ന ഒരു ബലം ഒരു ഭാഗത്ത്. 2, ഇത് SDPയെ പോലെ ഒരു വർഗീയവാദ സംഘടന, അല്ലെങ്കിൽ ആ തരത്തിൽ ആശയം ഉയർത്തുന്നവർ ഇത് ഈ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു വർഗീയ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു. അതിനെതിരായ ഒരു പൊതുവികാരം നിൽക്കുന്നു. അത് 2ാമത്തെ വിഷയം. 3ാമത്തെ വിഷയം, BJP ഈ സമയത്ത് കൃത്യമായി തന്നെ ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമായി കണ്ടുകൊണ്ട് BJP ദേശീയ തലത്തിലടക്കം ഈ വിഷയം ഉന്നയിക്കുന്നു. അങ്ങനെ BJPയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പിന്തുണ, ഈ 3 പിന്തുണയും ഒപ്പം തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാലും നിയമപരമായി നിലനിൽപ്പുള്ളത് മാനേജ്മെൻറ്റ് ഭാഗത്തിനാണ്. കേരള ഹൈക്കോടതി 2018 ഉത്തരവനുസരിച്ച് സ്കൂളിൻ്റെ യൂണിഫോം സ്കൂളിന് നിശ്ചയിക്കാം, അത് പാലിക്കാൻ ആ സ്കൂളിലെ എല്ലാവരും ബാധ്യസ്ഥരാണ്. അങ്ങനെ നിയമപരമായ ആ ഇതിൻ്റെ ബലത്തിൽ, രാഷ്ട്രീയമായ പിന്തുണയുടെ ബലത്തിൽ, സഭകളുടെ ആകെ പിന്തുണയുടെ ബലത്തിൽ കൂടിയാണ് അത്തരം ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് ആ മാനേജ്മെൻറ്റ് നീങ്ങുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച, സർക്കാർ ഇത് പറയുമ്പോൾ നാളെ ഈ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്നു എന്ന് കരുതുക, അതിന് പിന്തുണയുമായി മറ്റേതെങ്കിലും SDP മറ്റേതെങ്കിലും സംഘടനകൾ നിൽക്കുന്നത് കരുതുക, മാനേജ്മെൻറ്റ് അത് കയറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ സർക്കാരിന് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് സ്വാഭാവികമായും സർക്കാർ പോകും. സർക്കാർ ഒരു ഉത്തരവിൻ്റെ സ്വഭാവത്തിൽ നൽകിയ നിർദ്ദേശം, ആ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: കുട്ടിക്ക് ഹിജാബ് ധരിച്ചു വരാം, ഏത് കളറിലെ ഹിജാബ് വേണം, ഏത് തരത്തിലെ ഹിജാബ് വേണം എന്നൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റിന് തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ന് മന്ത്രി പറഞ്ഞ മറുപടി, അത് മറ്റ് പല സ്ഥലങ്ങളിലും ചെയ്യുന്നതാണ്, ശരിയാണ്, അങ്ങനെ മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ഒരു നിർദ്ദേശമല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവല്ല, അതൊരു നിർദ്ദേശം മാത്രമാണ് എന്ന തരത്തിലേക്ക് മാറുകയായിരുന്നു. സർക്കാർ യഥാർത്ഥത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ചെറിയ രീതിയിൽ പാളിച്ചു പറ്റി. ഇന്നലെ കോൺഗ്രസ്സുകാർ വന്നതുകൊണ്ട് ചിലപ്പോൾ അതിന് കോൺഗ്രസിന് ആ തലത്തിൽ ഒരു രാഷ്ട്രീയ എഡ്ജ് കിട്ടുമോ എന്നൊക്കെ കരുതിയാണോ ഇത് സർക്കാർ പെടുന്ന നിലപാട് മാറ്റിയെന്നറിയില്ല. എന്തായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു, പിന്നീട് അതിൽ നിന്ന് പിന്നോക്കം പോകുന്നു, വീണ്ടും പിന്നോക്കം പോകുന്ന അവസ്ഥ ഉപയോഗിക്കുന്നു. ഈ അവസരം മുതലാക്കി തന്നെ കൃത്യമായി ഈ മാനേജ്മെൻറ്റും എല്ലാം സർക്കാരിനെ അതൊരു വെല്ലുവിളിച്ച് സർക്കാരിനെ എതിര് നിർത്താനും അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു വഴിയായി കൂടി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ പല ഭാഗത്തു നിന്നുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ഇതിനെ അവരുടേതായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. നമ്മൾ പാനലിസ്റ്റുകളിൽ കടക്കുമ്പോൾ ആദ്യം വിസ്ഡം ഭാരവാഹി അബ്ദുള്ള ബാസിൽ നമുക്കൊപ്പം ചേരുന്നു, ആരിഫ് ഹുസൈൻ, ഒപ്പം റജി ലൂക്കോസും കെവിൻ ബീറ്ററയും വളരെ പെട്ടെന്ന് തന്നെ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. അബ്ദുള്ള ബാസിൽ, ഈ വിസ്ഡം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുകയുണ്ടായി. ആ നിലപാട് ഹിജാബ് അനുവദിക്കണം എന്ന് ഉള്ളത് തന്നെയാണല്ലോ. ആ വീഡിയോ അടക്കം വരുന്ന കമന്റുകൾ ഉയരുന്നത് ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ട്, അത് സ്കൂളിനെതിരാണ്. ഇത്തരം ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികളെ പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ മാനേജ്മെന്റുകളെ ബാധിക്കട്ടെ എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെയാണ് നിങ്ങളുടേതടക്കം വീഡിയോകളിൽ വരുന്നത്. അത് അങ്ങനെ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. അത് ഈ നാടിന് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഷയമായിരിക്കില്ല. ഇത് പരിഹരിക്കാത്തൊരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. ഇതിൽ ഒന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ രക്ഷിതാവും അതുപോലെ തന്നെ കുട്ടിയും അവിടെ ഒരു സമവായത്തിന്റെ ഒരു കാര്യമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇത് കൂടുതൽ സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം ചർച്ചകൾ തുടരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യമായി അതിലൊരു നിലപാട് പറയാനുള്ളത്. നമ്മുടെ ചർച്ചകൾ ഒരു കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, സമൂഹത്തിനൊരു ഗുണമുണ്ടാകുന്നതായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു വിഷയം അവിടെ ഉണ്ടായി, ആ വിഷയം ഇപ്പോൾ ഏത് നിലക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെൻസിറ്റീവായ രൂപത്തിൽ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിൽ ചർച്ചകൾ തുടർന്നു പോകരുത് എന്നുള്ള
ഒരു അഭിപ്രായമാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും അവനവന്റേതായ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ, അതായത് ഒരു കുട്ടിക്ക് തട്ടമിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കുറി തൊട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് ആ വേഷം ധരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, കുരിശുമാല ധരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സാമൂഹ്യ സാഹചര്യത്തെയും ആ രീതിയെയുമാണ് നമ്മൾ വിമർശന വിധേയമാക്കേണ്ടത്. അല്ലാതെ അവിടെയുള്ള ഇരകളെയല്ല നമ്മൾ വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുകയും സമ്മർദ്ദത്തിലാക്കുകയും അവരാണ് പ്രശ്നക്കാർ എന്ന രൂപത്തിലല്ല പോകേണ്ടത്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ അവരുടേതായ വസ്ത്രധാരണം പിന്നെ ആ രൂപത്തിൽ യൂണിഫോമിനെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കാത്ത രൂപത്തിൽ അവരുടേതായ വസ്ത്രധാരണങ്ങൾ എടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കുട്ടി കുരിശുമാല ധരിച്ചു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു തട്ടമിട്ടു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നുമില്ലാത്തൊരു വിഷയത്തെ ഒരു വലിയൊരു പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പിന്നെ സമൂഹത്തിൽ തന്നെ വലിയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകുന്നതിന് പകരം അബ്ദുള്ള ബാസിൽ ഞാനൊന്ന് ഇടപെടുന്നത് വളരെ വളരെ സെൻസിറ്റീവ് ആയ ഒരു അല്ല ശ്രീ അബ്ദുള്ള ബാസിൽ എനിക്ക് ആ കുരിശുമാല ചന്ദനക്കുറി എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് പറയുകയും ഇതൊക്കെ അനുവദിക്കാമെങ്കിൽ അതും അനുവദിച്ചുകൂടെ എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു ധ്വനി അതിനകത്തുണ്ട്. ഇടപെടരുതെന്ന് പറയുന്നത് അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊക്കെ അനുവദിക്കാമെങ്കിൽ ഇതും അനുവദിച്ചുകൂടെ എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാം അനുവദിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സമീകരണമല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് ഈ ചർച്ച തന്നെ ഒരു നെഗറ്റീവായ ഒരു ടോണിലേക്കാണ് പോകുന്നത്. അതല്ല വേണ്ടത്. മറിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അത് കൂടുതൽ പ്രശ്നം ഇല്ലാത്ത രൂപത്തിൽ, എന്നാൽ അതേ സമയത്ത് ഭാവിയിലെങ്കിലും എല്ലാവർക്കും സ്വസ്ഥമായി ഒരാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമ്പോഴാണ് അയാൾ ഒരു നല്ല മാനസികാവസ്ഥയിൽ ജീവിക്കാൻ പറ്റും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുക. ആ കുട്ടിയുടെ ഒരു വിശ്വാസം ഒരു ഭാഗത്തുണ്ട്, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാരോഗ്യത്തെയാണ് അത് ബാധിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ല വേണ്ടത്. മറിച്ച് എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ചും വസ്ത്രധാരണങ്ങൾ അനുസരിച്ചും പോകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകും. അതാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ആ ശിവൻകുട്ടി പറയുന്നത് വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ധ്രുവീകരണം? എല്ലാവർക്കും അവനവന്റേതായ രൂപത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുന്നത് ധ്രുവീകരണമാണ്. ഇവിടെ ധ്രുവീകരണം വരുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഞാനൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം ഇവിടെ പിന്നെ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലേക്ക് പോകും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. അല്ല ശ്രീ അബ്ദുള്ള ബാസിൽ, അല്ല എനിക്കതിൽ ഒരു വിഷയമുണ്ട് അത് പറയാൻ. കാരണം സൂംബ മതേതരത്വമാണ്, അത് മതാചാരത്തിന് എതിരാണ്. ഇത് മതാചാരത്തിന് അനുകൂലമാണ് മന്ത്രി പറയുന്നത്. സർക്കാർ മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് മതാചാരത്തിന് എതിരും, അതല്ലാതെ പറയുമ്പോൾ അത് കൈയടിക്കേണ്ട വിഷയവുമായി മാറുന്നത് എങ്ങനെയാണ്? ചില സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മതാചാരമാണോ അതോ ആ യൂണിഫോം ആണോ പാലിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ചില നമ്മൾ ഈ സൂംബയുടെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ മതാചാരമല്ല മതേതരത്വമാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടത് എന്നുള്ള ഒരു മിനിമം ഒരു വിഷയമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, അത് ഈ ലോകത്ത് മുഴുവൻ ഉള്ളതാണ്. അത് എല്ലാ സമയത്തും പാലിച്ചാൽ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കേണ്ടതായി വരില്ലായിരുന്നു. സൂംബയുടെ വിഷയത്തിൽ വിസ്ഡം ഉയർത്തിയ പ്രതിഷേധങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഓക്കെ, അത് അപർണക്ക് വിഷയം മനസ്സിലാവാത്തതാണ്. സൂംബ വിഷയത്തിൽ അടക്കം ഞങ്ങൾ ഇതന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും അവനവന്റേതായ രൂപത്തിൽ ജീവിക്കാനും ഏതെങ്കിലും ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ വിഷയം കൺസിസ്റ്റന്റ് ആയി ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ പോയി താല്പര്യമില്ലാത്തൊരു സൂംബ ഡാൻസ് കളിക്കുക, അതിന്റെ ആവശ്യമില്ല. താല്പര്യമില്ലാത്തൊരു വസ്ത്രധാരണം സ്വീകരിക്കുക, അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാവണം. ശരി, ഒറ്റ ചോദ്യം. ഇത് ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നു, അതാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നെങ്കിൽ ഓക്കെ. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളിൽ വന്നത് SDPIയുടെ ഭാരവാഹികളാണ്. ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു, വീഡിയോ പുറത്തുവിടുന്നു. ഇത് രാഷ്ട്രീയവൽക്കരണമോ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു മുതലെടുപ്പോ ഇതിനകത്തുണ്ടായിട്ടില്ലേ? ഇതൊരു സ്കൂൾ കുട്ടിയുടെ വിഷയം മാത്രമായി ാണോ ഇത് പുറത്തേക്ക് വന്നത്? ഇതിന് അപ്പുറത്തേക്ക് ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സ്ഥാപിത താല്പര്യം ഇതിനകത്തുണ്ടായില്ലേ? അതെ, അതിലെ അപർണയോട് പറയാനുള്ളത്, അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടാവാം. ആ മുതലെടുപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് അപർണയോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അപർണ ആരുടെ കൂടെയാണ്? നോക്കൂ, സ്കൂൾ യൂണിഫോമിന്റെ ബൈലോയാണ് നിങ്ങൾ അനുസരിക്കേണ്ടതെങ്കിൽ ഞങ്ങൾ ഓക്കെ അബ്ദുള്ള, ശരി, അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ്. അതൊരു റിട്ടേൺ ബൈലോ അല്ല, അതൊരു അൺറിട്ടേൺ ബൈലോയാണ്.
പക്ഷേ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങൾ പട്ടാളത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങൾ ഒരു മിലിറ്ററിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ടത് ആ ബൈലോയാണ്. മതാചാരത്തെക്കാളും മതേതരത്വം മുന്നിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതായത് ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ കുരിശുമാല ധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സ്കൂളിലെ വിഷയമായിട്ട് കണക്കാക്കുന്നില്ല. അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന ചോദിച്ചത്. അത് നല്ല സാമൂഹ്യ സാഹചര്യമാണോ? ഒരു മുസ്ലിം മാനേജ്മെന്റ് ബൈലോ ഇറക്കുകയാണ്, ചന്ദനക്കുറി തൊട്ട് വരരുത്, അത് മതത്തിൻ്റെതാണ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചു വരരുത്, അതൊരു പിന്നെ മതത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബൈലോ. ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറമുള്ള യൂണിഫോം ഉള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ വരാൻ സാധിക്കുമോ? ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ സാധിക്കുമോ? സ്വാഭാവികമായിട്ടും ഈ വിഷയം ഉണ്ടാവില്ലേ? ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങനെ വരാറുണ്ട്, കുട്ടികൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അതിൽ ആർക്കും ഒരു അസഹിഷ്ണുതയില്ല. ശ്രീ അബ്ദുള്ള ഫാസിൽ, ഒരു വശത്ത് നിന്ന് ആവശ്യപ്പെട്ടാൽ മറുവശത്ത് നിന്നും അത് ആവശ്യപ്പെടില്ലേ? അല്ലെങ്കിൽ ഒരു കറുത്ത ഷോള് ധരിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം ഒടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോകുന്നില്ല. നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം മതാചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത്. അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം ഒടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ചോദിച്ചത് ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം മാനേജ്മെന്റ് ഇനി ചന്ദനക്കുറി തൊട്ട് വരാൻ പാടില്ല, കുരിശുമാല ധരിച്ചു വരാൻ പാടില്ല എന്ന് ബൈലോ ഇറക്കിയാൽ അപർണ അതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ? ശരി, ആരിഫ് ഹുസൈൻ, എന്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബൈലോ, ഒരു സ്ഥാപനത്തിന്റെ ബൈലോ എന്താണ്? ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത്. ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യമില്ലേ? അങ്ങനെ അല്ല, അത് നിങ്ങൾക്ക് അനുസരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാതിരിക്കാമല്ലോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും. എന്റെ പൊന്ന് ബാസിൽ, ഇതൊക്കെ കുറെ കഴിഞ്ഞു. അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ ഈ പറയുന്ന സ്കൂളിൽ സ്കൂളായിരുന്നു. ആ സ്കൂളിൽ നമുക്കത് മാന്യമായി തന്നെ സംസാരിച്ചു. നമ്മളിവിടെ പറയുന്നത്, ഞാൻ പഠിച്ച സ്കൂളിൽ ശബരിമലയുടെ സമയത്ത് ബ്ലാക്ക് ഡ്രസ് ഇട്ട് വരാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അതവിടെ സമ്മതിക്കില്ലായിരുന്നു. അതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന തരത്തിലുള്ള സാധനമൊക്കെ മാറ്റി വെക്കും. പിന്നെ ഇവിടെ ഒന്ന് പെണ്ണാതിരിക്കും ബാസിൽ, നമ്മളെ കാര്യത്തിൽ കിടന്നിട്ട് മെഴുകല്ലേ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകണം. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആ വിഷയത്തിനകത്ത് എല്ലാ ഭാഗം കേൾക്കണല്ലോ. ഞാനല്ലല്ലോ ഉത്തരം പറയുന്നത്. ഉത്തരം പറയുന്നത് പാനലിസ്റ്റുകളാണല്ലോ. ആരിഫ് പറയട്ടെ. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാന്ന്. അവിടെ നിൽക്ക് ബാസിൽ, ഇതെന്റെ സമയമാണ്, ഞാൻ പറയട്ടെ. ബാസിൽ ഒന്ന് സമാധാനിക്ക്. ഓക്കെ, ഞാൻ സംസാരിക്കേണ്ട സമയമാണ്. എന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ക്ഷമ കൈക്കൊള്ളു ബാസിൽ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ മെഴുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? എത്ര നിഷ്കളങ്കൻ. അതായത് എല്ലാ മതങ്ങൾക്കും ഇതുപോലെ കുറി തൊട്ടും കൊന്ത തൊട്ടും ഇതേപോലെ കുരിശ് വരച്ചൊക്കെ വരാനുള്ള അവകാശം അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും മഹനീയമായ സാധനം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. എത്ര നിഷ്കളങ്കം. ഇതിലൂടെ ഒളിച്ചു കിടത്തുന്ന സംഗതി എന്താണ്? നമുക്ക് ഈ സ്കൂളുകൾ എന്ന് പറയുന്ന, വിദ്യാലയം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം എന്താണ്? അത് അടിസ്ഥാനപരമായിട്ട് മതേതരമാണ്. അങ്ങനെ മതേതരപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് ഈ മതത്തിന്റെ സാധനങ്ങൾ ഇടിച്ചു കയറ്റിക്കൊണ്ട്, അത് മറ്റൊരു മതത്തിലെ ഒരാൾക്ക് പോലും ആവശ്യമില്ല എന്നിരിക്കെ അത് തങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിന്റെ ഭാഗമായിട്ട് അത് ഇടിച്ചു ചേർത്തിട്ട് അതിനെതിരെ മിണ്ടാണ്ടിരിക്കെ, ആസ്വബ്രൻ ഇസ്വൽ ഈമാൻ, മിണ്ടാണ്ടിരിക്കെ. ഓക്കെ, അതിനെതിരെ ഒരു വിമർശനം വരുന്ന സമയത്ത് ഇതിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആ ഊള ചോദ്യമായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അനുവദിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇവരുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് മതം ഇടിച്ചു കയറ്റി ഇത് ബാക്കിയുള്ള ആളുകളെ കൊണ്ടും കൂടി ഇത് സംസാരിപ്പിച്ച് അതിന് പേരിലുണ്ടാകുന്ന സംഗതികളിൽ മുതലെടുപ്പ് നടത്തുക. ഇതാണ് ഇവിടെ ആവശ്യം. അത് നമ്മളിവിടെ കണ്ടു. SDP എന്താ ആവശ്യപ്പെട്ടത്? ഇതിന്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കട്ടെ എന്ന് പറയുന്നിടത്ത് തന്നെ ഇതിന്റെ കള്ളക്കളി മുഴുവൻ വിളിച്ചതായില്ലേ? ഇനിയിപ്പോ ഇതിൽ കടന്നു മെഴുകേണ്ട കാര്യം എന്താ ഉള്ളത് എന്റെ പൊന്നു ബാസിലെ? അപ്പൊ ആ തരത്തിലുള്ള ഉടായ്പൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ പണ്ടേ ഉടായ്പാന്ന് നമുക്കറിയാം. ഇനി ഈ പറയുന്ന സാധനത്തിൽ മറ്റൊരു കാര്യം, വ്യക്തിപരമായിട്ടുള്ള കമന്റുകൾ പറയണ്ട, അത് മറ്റൊരു വിഷയം. ശരി, നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്?
ഇവിടെ സൗദി അറേബ്യയിലടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഈ ഹിജാബ് നിരോധിച്ചതാണ്. താജിക്കിസ്ഥാൻ 70-80% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവർ തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന സാധനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹനീയ ഉദാഹരണങ്ങളായിട്ട്. അവിടെ ഈ പറയുന്ന സാധനം സ്കൂളിൽ അനുവദിക്കോ? ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്? അതിന് അവർ പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഇൻക്രീസിങ് എക്സ്ട്രീമിസം. ഇതാണ് അവർ പറയുന്നത്. ഈ ബാസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താടിയും വെച്ച് അവിടെ നടന്ന അവർ പകുതി പഠിച്ചു വിടും, ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും. കാരണം അതവിടെ പറയുന്നത് അത് താലിബാനിസത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, തീവ്രവാദികളുടെ ലക്ഷണമാണെന്നാണ് അവർ പറയുന്നത്. ഇതാണ് നാട്ടിൽ ഇന്ന് ഈ താടി വെക്കുന്നോണ്ടെയും ഈ തലയിൽ തട്ടിടുന്നോണ്ട അവസ്ഥ. തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു, അപ്പിക്കുപ്പ എന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല, വേണേ കിടക്കാം. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ പറയുന്ന കമ്പാരിസൺ ഇവിടെ ബാസിൽ തന്നെ നടത്തി. എന്താണ് അതേപോലെ കുറി എന്ന് പറയുന്നിടത്ത് തന്നെ ഈ സാധനം എന്താണെന്നുള്ളത് ഇവിടെ വന്നില്ലേ? ഇത് വസ്ത്രമല്ല, മതവിശ്വാസത്തെ ഹരിക്കുന്ന പദങ്ങൾ വേണ്ട എന്നുള്ളത് ബാസിൽ തന്നെ അംഗീകരിച്ചു. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതുകൊണ്ട് താങ്കളും ആ സമുദായത്തിലുള്ളതാണ്. നമുക്ക് അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില പദങ്ങൾ മുറിവേൽപ്പിക്കുമെങ്കിൽ അത് നമുക്ക് വേണ്ട. പറയുന്നതിന്റെ അതേ നാണയത്തിലുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റുള്ളൂ. അവിടെ കടന്ന് മെഴുകുന്നത് നിങ്ങൾ നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാനുള്ളത് എന്താണ്? ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഒരു സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയോട് തന്നെ ഇതിന്റെ പ്രശ്നം തുടങ്ങി കഴിഞ്ഞു. പ്രശ്നം തുടങ്ങി, അത് വലിയ ചർച്ചയാകുന്നു. അതിന്റെ പേരിൽ ഇസ്ലാം വരെ ഏറി പോകുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ ഇനി ഇത് അങ്ങനെയൊന്നും പറയരുത്. ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പോഴാണോ നിങ്ങൾക്ക് തോന്നി? ഇപ്പോഴാണോ നിങ്ങൾക്ക് സുബൈ ബാങ്ക് കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് പണ്ടേ തോന്നേണ്ടതല്ലേ? എന്തിനാണ് ഈ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നിസ്കരിക്കാൻ സ്ഥലം വേണം, അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനം വേണം, സൂംബ നൃത്തം പാടില്ല, യൂണിസെക്സ് യൂണിഫോം പാടില്ല, ഇതേപോലെ ഏത് വിഷയം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ഈ സാധാരണ മുസ്ലിങ്ങളെയും കൂടിയാണ് ഇവിടെ കൊലയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ. ഇവിടുത്തെ തീവ്രവാദികളായ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന വിസ്ഡം ഗ്രൂപ്പൊക്കെ. നിങ്ങളാണ് സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അന്തകർ എന്ന് ഞാൻ പറയും. നിങ്ങളാണ് ഇവരെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ കുഴപ്പം? ഇത് സെൻസിറ്റീവ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേപോലെ ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഈ സമയത്ത് ശ്രീ ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്ന ചർച്ച അത് വിസ്തൃതിന്റെ വീഡിയോയിൽ താഴെ പോയാൽ മതി, അല്ലാതെ നോക്കിയാൽ മതി. എന്തിന് പഠിക്കണം മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ, ഇനി എന്തിന് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കണം എന്ന് ചോദിക്കുന്നിടത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. സഹിഷ്ണുത എല്ലാ ഭാഗത്തും വേണ്ടെന്ന് ചോദിച്ചു പോകില്ലേ? അതെ, അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യകത എന്താണ് ഉണ്ടായിരുന്നത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. യൂണിഫോം അനുവദിച്ചാൽ എന്താണ്? ആകാശം ഇടിഞ്ഞു വീഴോ? ഇതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഇവിടെ MESന്റെ സ്കൂളിൽ, കോളേജുകളിൽ ഇതേപോലെ നിക്കാബ് മറയ്ക്കുന്നത് സംബന്ധിച്ചിട്ട് ഒരു വിഷയം ഉണ്ടായി. അത് ഇവിടെ നിരോധിച്ചുകൊണ്ട് ആ MESന്റെ അധികാരികൾ ഒരു ഉത്തരവിറക്കി. അതിനെതിരെയും ഇതേപോലെയുള്ള ആളുകൾ ഉറഞ്ഞു തുള്ളുകയും ഈ ഗഫൂറിനെ വധ ഭീഷണി വരെ മുടക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല. ഇത് യൂണിസെക്സ് യൂണിഫോമിന്റെ അവിടെ വന്നു കഴിഞ്ഞാലും ശരി, ഇതല്ല ഈ സൂംബ വന്നാലും ശരി, ഇപ്പൊ ഈ പറയുന്ന സാധാരണ ഒരു യൂണിഫോമിന്റെ കാര്യമായാലും ശരി, എന്ത് തന്നെ ഇനി മുഖം മറയ്ക്കുന്നിടത്തായാൽ പോലും അതൊന്നും ഇവർക്ക് ചേരുന്ന കാര്യങ്ങളല്ല. ഇവരുടെ അൾട്ടിമേറ്റ് എന്താണ്? മറ കെട്ടി ആളുകളെ വേർതിരിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ താലിബാനിസമാക്കി മാറ്റുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതിന്റെ ഓരോ ചവിട്ടുപടികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് ഞാൻ തിരികെ എത്താം. കെവിൻ പീറ്റർ ഉണ്ട്, അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം നമുക്ക് റെജി ലൂക്കോസ് ഉണ്ടാവുള്ളൂ, ഇടത് നിരീക്ഷ ശ്രീ റെജി ലൂക്കോസ്. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വമാണോ മതസ്വാതന്ത്ര്യമാണോ ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഒക്കെയാണോ കൊണ്ട് നടക്കേണ്ടത്? എന്താണ് ഇടത് സർക്കാരിന്റെ നയമെന്ന് അറിയാത്ത പാർട്ടിയൊന്നുമല്ല. പക്ഷേ ചില സമയങ്ങളിൽ പറയുന്ന ചില പ്രസ്താവനകൾ എവിടെയാണ് കൊള്ളുന്നത്, ഇതാർക്കാണ് ഗുണമാകുന്നത്, ആരൊക്കെയാണ് മുതലെടുപ്പ് നടത്തുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന CPM എന്ത് രാഷ്ട്രീയ കളിയാണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ബഹുസ്വരതയുള്ള ഒരു സമൂഹ കേരള സമൂഹം. ആ കേരള സമൂഹത്തിൽ തീർന്നൊരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടെന്ന് നിങ്ങളൊരു ചർച്ചയ്ക്കെടുക്കുന്നതിന് അഭംഗിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ ചെല്ലുന്നു. ആ സ്കൂൾ അധികൃതർ പറയുന്നു, ഞങ്ങളുടെ നിയമപ്രകാരം നിങ്ങൾ ഒപ്പിട്ട് തന്നിരിക്കുന്ന നിയമപ്രകാരമുള്ള യൂണിഫോം ധരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പിതാവ് ഒന്ന് സംസാരിച്ച് അവർ തമ്മിൽ രമ്യത തീർത്ത വിഷയം. പിന്നീട് പ്രശ്നങ്ങൾ ആർക്കാ? നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾക്കാണ് ഈ വിഷയം. എന്തിനാണ് അതിന് നിങ്ങൾ വെറുതെ ഇതിനകത്ത് ഇടതുപക്ഷം വലതുപക്ഷം കൊണ്ടിരുന്നത്? അത് കറക്റ്റ് പോയിന്റ് ശ്രീ റെജി ലൂക്കോസ്. അങ്ങനെ ഇന്നലെ തീർന്ന പ്രശ്നം, ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാൻ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ല, മന്ത്രിയാണ്, മാധ്യമങ്ങളല്ല. ഈ പ്രശ്നം തീർന്ന പ്രശ്നം എവിടെ നിന്ന് തുടങ്ങി എന്ന് താങ്കളൊന്ന് ആലോചിക്കണം. ആരാണിത് വീണ്ടും വഷളാക്കിയത്? അല്ല, മന്ത്രി അതിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ചൊരു മറുപടി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
മന്ത്രി പറഞ്ഞ സൈമൾട്ടേനിയസ് ആണ് അവിടെ വിഷയം തീർന്നു. ഇന്ന് മന്ത്രി പറഞ്ഞു അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ ആർക്കാ വിഷയം? അതാണ് ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ പ്രശ്നം പരിഹരിച്ചില്ല. മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പോലെ ഹിജാബ് അനുവദിക്കണം, അത് സർക്കുലർ ഇറക്കണമെന്ന് SDPI. ഇപ്പോൾ നമ്മുടെ പാനലിരിക്കുന്ന വിസ്റ്റമിന്റെ ഭാരവാഹി അബ്ദുള്ള ബാസിലും പറയുന്നതാണ്. മന്ത്രി പറയുന്നത് പോലെ ഇത് അംഗീകരിക്കണമെന്നാണ്. അത് പറഞ്ഞ് തീർന്നില്ല. മന്ത്രി പറഞ്ഞു, മന്ത്രി പിന്നോട്ട് പോയി, മുന്നോട്ട് പോയി, അങ്ങനെ മന്ത്രി വ്യക്തമല്ലാത്ത പല നിലപാടുകൾ അതിനിടയിൽ പറഞ്ഞു പോയി. ഖേദകരം. പക്ഷേ കൊള്ളേണ്ടടുത്തത് കൊണ്ടിട്ടുണ്ട്. ആവശ്യം പറയുന്നവർ അത് വീണ്ടും പറയുന്നുണ്ട്. ചർച്ച നടക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ നടക്കാത്ത രീതിയിൽ ചർച്ച നടക്കുന്നു. എന്തിനാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ഇടത് സർക്കാർ എന്ത് തരം വൃത്തികെട്ട കളിയാണ് ഇതിനിടയിൽ കളിക്കുന്നത്? അത് ഈ മുതലെടുപ്പിന് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പൊതുവേ ഉള്ളൊരു ഫ്രേസ് ഉണ്ട്. അങ്ങനെയുള്ളവരാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചർച്ച. അവരിപ്പം മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് നാളെ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്താലും മഹാത്മാഗാന്ധി എന്തിനാണ് ഉയർത്തെഴുന്നേറ്റ് വന്ന് കേരളത്തിൽ ഈ രീതിയിൽ പെരുമാറണമെന്ന് അവർ ചോദിക്കും. അവരെയൊന്ന് നിങ്ങൾ മൈൻഡ് ചെയ്ത് ന്യൂസ് 18 പോലെയുള്ള ഒരു ദേശീയ ചാനല് ഈ വിഷയത്തിൽ കാണിക്കേണ്ട പക്വത നിങ്ങൾ കാണിക്കേണ്ട. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് പരിഹരിക്കപ്പെട്ടില്ല. ഇന്നലെ മന്ത്രി അത് പറഞ്ഞതോടുകൂടി ദേശീയ തലത്തിൽ BJP അത് വിഷയമാക്കുന്നു. ന്യൂസ് 18 ഈ ചർച്ച എടുക്കേണ്ടി വരുന്നത് ഇത് ദേശീയ തലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇത് വിഷയമാക്കി ഉയർത്തിയത് കൊണ്ടാണ്. അവർ ദേശീയ തലത്തിൽ ഉയർത്തിയത് കൊണ്ടാണ്. അങ്ങനെ ദേശീയ തലത്തിൽ അവർക്ക് ഉയർത്താൻ അതിനിപ്പുറത്ത് SDPIക്ക് മറുപടി പറയാനിക്ക് അവസരം കൊടുത്തത് ആരാണ്? മാധ്യമങ്ങളാണോ? ന്യൂസ് 18 ആണോ? അല്ലല്ലോ. അല്ല, ദേശീയ തലത്തിൽ ഇത് മാത്രമല്ല. കേരളത്തിൽ നടന്ന വേറൊരു വിഷയമുണ്ട്. RSS ക്യാമ്പിൽ 4 വയസ്സ് മുതൽ 24 വയസ്സ് വരെ RSSന്റെ ക്യാമ്പിൽ അവരുടെ പ്രാക്ടീസിൽ അഞ്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, അയാള് 4 വയസ്സ് മുതൽ തന്നെ ലൈംഗിക പീഡനം അനുഭവിച്ച് സഹിക്കിട്ട് ആത്മഹത്യ ചെയ്തു. കൃത്യമായും ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വെച്ചു. ഇനി ഒരിക്കലും ഒരാളും ജീവിതത്തിൽ RSSലേക്ക് പോകരുത്. ഏറ്റവും വെറുക്കപ്പെടുന്ന സംഘടനയാണ് RSS എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഭരിച്ചൊരു പയ്യന്റെ കാര്യം ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയാ. ദേശീയ തലത്തിൽ 22ഓളം പത്രസമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ദേശീയ തലത്തിൽ മുതലെടുപ്പിനുള്ളിൽ പലതും ചെയ്യും. അതിനൊന്നും തർക്കമില്ല. ഏറ്റവും വലിയ ഹീനമായ പ്രവൃത്തി RSSന്റെ ക്യാമ്പിൽ നിന്നും ഉണ്ടായതല്ല. നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച എടുത്തോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 വയസ്സുള്ള ഒരു അമ്മയുടെ ഒരു മകനും മകളും മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തെ സംരക്ഷിക്കുക. എന്റെ നാടിനടുത്താണ് ഈ സ്ഥലം. അവിടെ ഒരു വിഷയത്തിന്റെ മറുപടി മറ്റൊരു വിഷയത്തിലുള്ള ചർച്ചയല്ല. അതല്ല അതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് അരമണിക്കൂർ നമ്മൾ ആ വിഷയത്തെ കൂടി സംസാരിക്കാം. അതല്ലല്ലോ ഈ വിഷയത്തിൽ കൃത്യമായി ഇടത് സർക്കാർ എടുത്തൊരു നിലപാടുണ്ട്. അപർണ അത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മദ്രസാ പീഡനം എടുക്കണം. ഓക്കെ, ആ പീഡനം എടുത്തതിന് ശേഷം നമുക്ക് മദ്രസാ പീഡനം എടുക്കണം. ദഫ്മുട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യാപകൻ ഇവിടെ പീഡിപ്പിക്കും. അതും നമുക്ക് എടുക്കണം. ഓരോ മാസവും മദ്രസയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5-6 കുട്ടികളെയാണ്. അതും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ അധികം സമയം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. ആരാണ് ഇപ്പൊ കൂടെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാല് നമ്മൾ കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള വർഗീയവാദികൾ ഏതെല്ലാം രീതിയിൽ അതിനെ മുതലെടുപ്പ് നടത്തിയാൽ എന്ത് വിഷയം നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കത്തില്ല. അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ജനങ്ങളെ. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ വ്യക്തിപരമായിട്ട് ബഹുമാനിക്കും. എങ്കിലും ചോദിക്കട്ടെ, ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വമാണോ, മതാചാരമാണോ, മതസ്വാതന്ത്ര്യമാണോ, എന്താണ് കൃത്യമായിട്ടുള്ള നയമെന്ന് ഈ മിനിറ്റിൽ ഇടത് സർക്കാരിന് അറിയാത്തതോ അറിയാത്തതായി നടിക്കുകയോ ചെയ്യാണ്. നമുക്കത് ഈ ആഗോള അയ്യപ്പ സംഗമം വരെ പോകണ്ട. എങ്കിലും എല്ലാ കാര്യത്തിലും മതമില്ലാത്ത ജീവൻ കൊണ്ടുവന്ന ഒരു പാർട്ടിയുടെ സർക്കാരിന് മതമില്ലാത്ത പ്രാർത്ഥന വേണം സ്കൂളുകളിൽ എന്ന് പറഞ്ഞ അതേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പോൾ യൂണിഫോമിനകത്ത് മതം വേണോ വേണ്ടയോ എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത്? കുറച്ചു മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കണ്ടിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ് അപർണ. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന. നമ്മളൊക്കെ എത്രയോ ചർച്ചയിലിരുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെയും CPM-നെയും സർക്കാരിനെയും മതം വെച്ചുകൊണ്ട് നിങ്ങൾ അളക്കുക എന്ന് പറയുന്നത് എത്ര കഷ്ടമാണെന്ന് ആലോചിക്കും. നമുക്കൊക്കെ ഒരു സാമാന്യ ബുദ്ധിയില്ലേ? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിന്റെ ഈ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ഒരു വാർത്തയ്ക്കും ഒരു ചർച്ചയ്ക്കും നമ്മൾ നിന്നു കൊടുക്കരുത്. ഞാൻ അപർണ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇത്ര സബ്ജക്റ്റുകളിൽ ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം ഈ അസ്തമിച്ച 2 കൂട്ടരും തമ്മിൽ സൗഹാർദ്ദത്തെ പിരിച്ച ഒരു വിഷയത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങളിത് റീഓപ്പൺ ചെയ്യുന്നത്? മുതലെടുക്കുന്നവർ മുതലെടുക്കട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ മുതലെടുക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കത്തില്ല. ഇവിടെ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്, വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും. പക്ഷേ നിർഭാഗ്യവശാൽ റെജി ലൂക്കോസ് ഇത് ആര് മുതലെടുക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് കൂടി നിങ്ങൾ അറിയണം. കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഇന്നലെ അവിടെ പോയി ചർച്ച ചെയ്തതിനു ശേഷം ഹൈബീഡൻ MP അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. കാരണം ഇത് കൈവിട്ടു പോയൊരു കാര്യത്തിലേക്ക് മന്ത്രി തന്നെ കൊണ്ടുപോയി എന്ന് പറയുന്നു. കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നില്ല, മിണ്ടുന്നില്ല, ഈ പ്രസ്താവന വഷളാക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് മതേതരത്വ സർക്കാർ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല ഇത് ചില ഘട്ടങ്ങളിൽ ഇത്രയും ഇടപെടണമായിരുന്നോ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിന്?
വിഷയത്തിനകത്ത്? സർക്കാരിന് ഇത്രയും ഇടപെടൽ വേണമായിരുന്നു ഈ വിഷയത്തിനകത്ത്? അല്ലെനിക്ക് ഒരു വളർത്തുമീൻ മരിച്ചാൽ പോലും വിഷയമായിട്ട് വരുന്ന ഒരു പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലൂടെ ഉള്ളപ്പോൾ ഇതുപോലൊരു വിഷയത്തിൽ അവർ സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴത്തെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. സർക്കാർ ഇത് തെറ്റ് ചെയ്യാൻ പറ്റും. എവിടെയോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അത് അവർ തമ്മിൽ കുട്ടിയുടെ പിതാവിനും കുട്ടിക്കും ആ മാനേജ്മെന്റിനും വിഷയമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? നിങ്ങൾക്കോ? നിങ്ങൾ ദയവായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഇതൊക്കെ അല്ല ശ്രീ റെജുലക്കോസ്, NOC കൊടുക്കേണ്ടത് സർക്കാരാണെന്ന് ആലോചിക്കണം എന്ന് പറയുന്നു. ഭീഷണി വേണ്ട എന്ന് ഈ സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെയല്ല, ഈ പ്രസ്താവന നടത്തിയ മന്ത്രിക്കെതിരെയാണ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിക്കെതിരെയാണ്, ഇടത് സർക്കാരിന്റെ നിലപാടിനെതിരെയാണ്, മാധ്യമങ്ങൾക്കെതിരെയല്ല. അല്ല, അവരുടെ ഒന്ന് മനസ്സിലാക്കുക. 10ാം ക്ലാസ് വരെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ. ഒരു കോൺവെന്റ് സ്കൂളിന്റെ മതേതരത്വവും അവരുടെ നന്മയും അവർ പകർന്നു നൽകുന്ന ബഹുസ്വരത അടിസ്ഥാനമായിട്ടുള്ള നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതുമായിട്ടൊക്കെ വളരെ ബോധമുള്ള ഒരാളാണ് ഞാൻ. നമ്മളിൽ ഒരുപാട് പേര് അതുകൊണ്ട് അതുപോലെയാണ് ഇവിടുത്തെ എല്ലാ സ്കൂളുകളും. പിന്നെ എവിടെയൊക്കെ ചിലർ നിന്നുകൊണ്ട് സ്കൂളുകളിൽ മതം കാണാനായിട്ട് അത് അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നു. അവർ ചർച്ച ചെയ്ത് പോട്ടെ, നമുക്കതൊരു വിഷയമാണ്. കേരളത്തിൽ എന്തെല്ലാം ചർച്ച ചെയ്താലും കേരളത്തിന്റെ മഹനീയമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യം നമ്മളെ പോറലേൽപ്പിക്കാൻ ഇവർക്കൊന്നും സാധിക്കത്തില്ല. അല്ല, ഒരു സർക്കുലർ ഇറക്കണമെന്ന് SDPI പറയുന്നു. SDPI രംഗത്ത് വരുന്നു. രക്ഷിതാക്കൾക്കൊപ്പം SDPIയുടെ ഭാരവാഹികളാണ് സ്കൂളിൽ വന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഈ ഇത്രയ്ക്ക് ലഘുവായിട്ട് ശ്രീ റെജുലക്കോസ് പറയുന്ന പോലെയാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്? ഇതിന് പിറകിൽ ബാക്കപ്പും സമ്മർദ്ദവും ഒന്നും ഉണ്ടായിട്ടില്ലേ? അല്ല, ഇത് ചോദിക്കേണ്ട കോൺഗ്രസിനോട്. കോൺഗ്രസിന്റെ അപ്രഖ്യാപിത ഘടകകക്ഷിയാണ് SDPI. എന്തിനാണ് നിങ്ങളോട് പോയി അനാവശ്യമായി വിഷയങ്ങൾ ഉണ്ടാക്കിയ പിതാവിനില്ലാത്ത കുട്ടിക്കില്ലാത്ത പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാ കൈയെടുത്തുന്നത്? നിങ്ങൾ കോൺഗ്രസിന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറോട് അത് ചോദിക്കേണ്ടത്. കാരണം SDPI ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. SDPI അവരുടെ മുതലെടുപ്പിന് വന്നു, എന്നിട്ട് എന്തേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്? SDPIയുടെ തിട്ടൂരുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്കും പിതാവിനും ആ സ്കൂളിൽ അവർക്കും തമ്മിൽ രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ കുട്ടീനെ അവിടുന്ന് പുറത്തു വിട്ടിട്ടില്ല, പുറത്താക്കിയിട്ടില്ല. ശ്രീ റെജുലക്കോസ്, താങ്കൾ സമൂഹ മാധ്യമത്തിലുള്ള ഒരാളാണ്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണ്. ഫേസ്ബുക്കിൽ കയറിയാൽ ഏത് തരത്തിലുള്ള ചർച്ച നടക്കുന്നതെന്ന് കാണാൻ കഴിയും. പേടിപ്പിക്കും. ഈ തരത്തിലല്ല, 3-4 മാസം തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ തരത്തിലല്ല ചർച്ച നടക്കേണ്ടത്. ഇതിന് പിറകിൽ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ രീതിയിൽ ഇടപെടാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇടപെട്ടതിന്റെ ഫലമുണ്ട്. അല്ലെന്ന് ഞാൻ പറയാം, അങ്ങനെ തലമുള്ളവർ അനുഭവിച്ചോളും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ എല്ലാം വായി മൂടിക്കെട്ടാൻ പറ്റും. ഞാനിതെല്ലാം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഞാനിതൊക്കെ അവഗണിക്കാം. പൊതുവെ ഈ ജാതി മതമായിട്ട് മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ചേർത്താണോ? ഒരിക്കലുമല്ല. അതൊക്കെ നിങ്ങൾ പത്രത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ഞാൻ എന്റെ പാർട്ടിയുടെ മന്ത്രിയെ തള്ളി പറയും. അദ്ദേഹത്തിന് തെറ്റായത്. ഇത്രയ്ക്കും നല്ലൊരു മിനിസ്റ്റർ, കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആദരവ് നേടി നിശ്ചയദാർഢ്യമുള്ള മന്ത്രിയാണ് BS ശിവൻകുട്ടി എന്നുള്ള മന്ത്രി. അത് അവരുടേക്ക് പറയും. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു. സ്കൂളുകൾ തമ്മിൽ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഇനി ആ വിഷയം ഇല്ലാന്നും അദ്ദേഹം പറഞ്ഞു. അതോടത്ത് അത് അവിടെ കൊണ്ട് തീരേണ്ട വിഷയം എന്തിനാണ് ഇങ്ങനെ ആളുകൾ എത്തിക്കുന്നത്? ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ഞാൻ പറഞ്ഞു, ലെറ്റ് us stop this topic. ശരി, നന്ദി ശ്രീ റെജുലക്കോസ്. ഞാൻ ശ്രീ കെവിൻ പീറ്ററും കൂടി ഉണ്ട്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൽ കൂടെ വരാം. അത് ശ്രീ റെജുലക്കോസ് പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഇത് ആളിക്കത്തിയത് അവസാനിക്കുന്ന ലക്ഷണം അല്ല സമൂഹ മാധ്യമങ്ങൾ കാണുന്നത്. അങ്ങനെ ആളിക്കത്തിയത് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ ഈ മിനിറ്റിൽ. പെട്ടെന്ന് തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുമ്പോൾ കാസ ഭാരവാഹി ശ്രീ കെവിൻ പീറ്റർ നമുക്കൊപ്പം. ശ്രീ കെവിൻ പീറ്റർ, അല്പം വൈകിയാണ് താങ്കൾക്ക് വരാൻ കഴിഞ്ഞത്, അതിൽ ഖേദിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആളിക്കത്തിക്കുന്നത് ആരാണ്, എന്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു വശത്ത് നേരത്തെ ഞാൻ ശ്രീ അബ്ദുൾ അബ്ബാസിനോട് പറഞ്ഞതുപോലെ അത് SDPI ആണെങ്കിലും വിസ്ഡം ആണെങ്കിലും ഇതെന്തിന് ഈ തീവ്ര ആശയങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പുറത്തുമുണ്ടല്ലോ. ഇത് ഒരു കുട്ടി തട്ടമിട്ട് വരുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വൽക്കരണത്തിൻ്റെ തുടക്കമാണ് എന്ന് ഉള്ള ഒരു ഭയം പ്രകടമാക്കുകയാണ് കാസയടക്കമുള്ളവർ. അങ്ങനെ ഒരു ഭയമുണ്ടാക്കി അവിടെ ഒരു വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് തോന്നിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ടോ ഇതിനകത്ത്? തീർച്ചയായിട്ടും അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയല്ല, അരക്ഷിതാവസ്ഥ ഉണ്ട്. കാരണം നിരോധിത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ SDPI തങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശത്ത്, ഒപ്പം തന്നെ തങ്ങൾക്ക് രാഷ്ട്രീയപരമായി സപ്പോർട്ട് കിട്ടുന്ന എറണാകുളം പോലൊരു ജില്ലയിൽ അവർ മുമ്പ് ചില വിഷയങ്ങളിൽ, ഒരു റോഡ് സംബന്ധിച്ച വിഷയങ്ങളിൽ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് ഈ കോൺവെന്റിന്, ആ കോൺവെന്റിലുള്ള കന്യാസ്ത്രീകൾക്ക്, അവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടുക എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ
ആ സ്കൂളിനെ സെന്റ് റീത്ത സ്കൂളിനെ ലക്ഷ്യം വെച്ച് അവിടെ അഡ്മിഷൻ അവിടുത്തെ ബൈലോ പ്രകാരം അവിടുത്തെ സ്കൂളിന്റെ എല്ലാവിധ നിബന്ധനകളും പാലിച്ചുകൊള്ളാമെന്ന് ഡിക്ലറേഷൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അവിടെ അഡ്മിഷൻ നേടിയെടുത്ത് അതിനകത്ത് സ്വന്തം കുട്ടിയെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കയറ്റിയ ശേഷം ബോധപൂർവം SDP ഉണ്ടാക്കിയ ഒരു പ്രശ്നം തന്നെയാണ് ഈ വിഷയം. പക്ഷേ ആ പിതാവിനെ ബോധ്യമായി നിലവിലെ നിയമങ്ങൾ ആ നിയമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് 2018 അതിനുശേഷം ഇപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസിലും കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഒരിക്കലും തങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹിജാബ് അവിടെ അനുവദിക്കാൻ വിട്ടുകൊണ്ട് കയറാൻ ഒരു തരത്തിലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ സ്കൂൾ പറയുന്ന രീതിയിൽ പോയിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്ന വേളയിൽ ശിവൻകുട്ടി സാർ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ അദ്ദേഹം ജയിച്ച നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ടായ SDP പ്രഷർ കാരണം അദ്ദേഹം മലക്കം മറിയുകയും ഒരു വ്യക്തമായ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാതെ ഈ ജില്ലയിൽ നിന്നും ഈ തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം എടുത്തു ചാടി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്നലെ തീരേണ്ടിയിരുന്ന വിഷയം വീണ്ടും ആളിക്കത്തിച്ച് ഇപ്പോൾ സ്കൂൾ അധികൃതരും മന്ത്രിയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ചെറിയ വിഷയമല്ല. ശിവൻകുട്ടി സാറ് നിയമപരമായി ഇച്ചിരി ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. കാരണം ഇത് ഭരണഘടനാ ലംഘനവും നിയമപ്രശ്നവും തന്നെയാണ്. ഇത് ക്രിസ്ത്യൻ സംഘടനകൾ ഇത് എടുക്കാൻ കാരണമെന്ന് പറയുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന് CBSE പറഞ്ഞത് 100% സത്യമാണ്. അതിപ്പോൾ തെളിഞ്ഞില്ലേ? ശിവൻകുട്ടി അത് രേഖാമൂലം ഉത്തരവായി ഇറക്കണമെന്ന് SDP ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങളുടെ ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ പറയുന്നതെല്ലാം BJPയും RSSും കാസയും എല്ലാം ഉണ്ടാക്കി വെക്കുന്നതാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രസ്താവന വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നു കേരളം മുഴുവൻ ബാധകമാകുന്ന രീതിയിൽ ഇത് ഉത്തരവായി ഇറക്കണമെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം ഇതിവിടെ ടെസ്റ്റ് ദിവസം നടത്തി ഇത് വിജയിക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ ഉൾപ്പെടെ കൊണ്ടുപോവുക. അപ്പോൾ സമാധാനപരമായി നല്ല രീതിയിൽ നടന്നു വരുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് SDP തീരുമാനം. അപ്പോൾ അതിനെ തടയേണ്ടത് ഈ പൊതുസമൂഹത്തിന് വേണ്ടി അതിൽ പഠിക്കുന്ന നാനാജാതി മതസ്ഥരായ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിനെ തടയേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോഴും ഈ ആശങ്ക, ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് വിലക്കിയിട്ടില്ല, ഈ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല, SDP പറഞ്ഞ സർക്കുലർ സർക്കാർ അംഗീകരിച്ചിട്ടുമില്ല, അങ്ങനെ ഈ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. സഹിഷ്ണുതയോടുകൂടി ഇത് മാഡം പറഞ്ഞോളൂ. അല്ല, ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ DGP തന്നെ പറഞ്ഞതാണ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെയാണ് SDP-യിലുള്ളത്. അതിന്റെ അർത്ഥം ഇതും ഭീകര സംഘടന തന്നെയാണ്, തീവ്രവാദ സംഘടന തന്നെയാണ്. ആ തീവ്രവാദ സംഘടന ഒറ്റ ദിവസം കൊണ്ട് അവർ രംഗത്ത് വരുന്നു, ഇത് ഉത്തരവാക്കി ഇറക്കി ഇത് കേരളം മുഴുവൻ നടപ്പിലാക്കണമെന്ന്. അപ്പൊ പിന്നെ ഇതിന്റെ പുറകിൽ എന്താ ഉള്ളത്? ഇത് പുലി പുലിയൊന്നുമല്ല, പുലി വന്നു കഴിഞ്ഞു, അതിനെ നേരിടേണ്ടത് ആവശ്യമാണ്, അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയുടെ ആവശ്യമാണ്. ഇവിടെ ഈ പറയുന്നല്ലോ, ഇപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നല്ലോ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ അനുവദിച്ചു കൊടുത്താൽ എന്താ കുഴപ്പമെന്ന്. ഈ ജമിയത്തുൽ ഉലമയുടെ ഉൾപ്പെടെയുള്ള ചില സ്കൂളുകളിൽ അവിടുത്തെ പെൺകുട്ടികളുടെ ചുരിദാറിന്റെ കൈ എന്ന് പറയുന്നത് ഇവിടെ വരെയാണ്. അത് മുസ്ലിം കുട്ടികളുടെ മൊത്തം കൈ മറക്കണം എന്നുള്ള രീതി അവരുടെ കൈ ഇവിടെ വരെയാണ്. സാധാരണ ചുരിദാറിന് ആ കൈയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അവിടെ പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, ഹിന്ദു കുട്ടികളുണ്ട്, +2 പഠിക്കുന്ന അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഇത്തരം സ്കൂളുകളിൽ അവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഹാഫ് കൈ മതി, ഞങ്ങൾക്ക് ഈ മുസ്ലിം കുട്ടികളെ പോലെ ഫുള്ള് ധരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് ആ സ്കൂളിന്റെ, ആ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിന്റെ, ജമിയത്തുൽ ഉലമ പോലുള്ള മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുടെ നിയമമാണ്, അവിടുത്തെ ഡ്രസ് കോഡാണത്. പെൺകുട്ടികളുടെ ചുരിദാറിന്റെ കൈ പഠിച്ചോ നിർത്തിയതാണല്ലോ ബസ്സിലെ. ശ്രീ കെവിൻ പീറ്റർ കേൾക്കാമോ? ഇല്ല. ഓക്കെ, റൈറ്റ്. കോളേജുകൾക്ക് ഒരു നിയമമുണ്ട്, അതനുസരിക്കുന്നു. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഇതെല്ലാം അനുസരിക്കാമെന്ന് ഇവർക്ക് വേണമെങ്കിൽ വേറെ സ്കൂളുകളിലേക്ക് പോകാമായിരുന്നല്ലോ. ഇപ്പോൾ SDPY എന്ന് പറയുന്ന നല്ലൊരു സ്കൂളിൽ നിന്നാണല്ലോ ഈ കുട്ടിയെ മാറ്റം മേടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? ഒന്നെങ്കിൽ ഈ സ്കൂളിൽ കടന്നു കയറി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു സ്കൂളിൽ നിന്നും ഈ കുട്ടിയെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അല്ല എങ്കിൽ സമാന വിഷയം അവിടെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയായപ്പോൾ കുട്ടിയെ കൊണ്ട് TC മേടിച്ച് വരേണ്ടി വന്നു. ഇതിൽ രണ്ടിലേതോ ഒന്നാണല്ലോ.
രണ്ടിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ പിന്നെ ഈ സ്കൂൾ അധികൃതർ പറയുന്നത് അനുസരിച്ച് കൊള്ളാം എന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സമ്മതിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ബലം പിടിക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഇവർ ഇത് സംബന്ധിച്ച് ഡിക്ലറേഷൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത് സ്കൂൾ ഡയറിയിൽ സ്കൂൾ യൂണിഫോമിന്റെ പാറ്റേൺ സഹിതം ഉണ്ടാവുമല്ലോ, അവരുടെ ഡ്രസ് കോഡിന്റെ ഏതൊക്കെ രീതിയിലാണെന്നുള്ള എല്ലാം ഉണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് തന്റെ കുട്ടി ഈ എല്ലാ നിയമങ്ങളും അനുസരിച്ച് കൊള്ളാമെന്ന് പറഞ്ഞ് അഡ്മിഷൻ മേടിച്ച് അതിനകത്ത് കയറിയിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് തന്റെ മതാചാര പ്രകാരമുള്ള ഇത് ധരിക്കണമെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അങ്ങനെയുണ്ടെങ്കിൽ ഇവർക്ക് വേറെ സ്കൂളിൽ പോയാൽ പോരെ. ഒരു ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഉദ്ദേശമില്ലായിരുന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത് എല്ലാം സംബന്ധിച്ച് സ്കൂളിൽ അഡ്മിഷൻ നേടിയെടുത്തതിന് ശേഷം ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീ കെവിൻ പീറ്റർ, ആ വിഷയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഓരോ സമുദായത്തിലുള്ളവർ ആ സമുദായത്തിന്റെ മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത്. മറ്റ് ഓരോ സമുദായത്തിന്റെ അല്ല, അങ്ങനെ പറയരുത്. മറ്റു സമുദായങ്ങൾ, ഹൈന്ദവ സമുദായാലും ക്രൈസ്തവ സമുദായാലും മുസ്ലിം കോളേജുകളിലോ സ്കൂളുകളിലോ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ നിയമം എന്താണോ അത് അനുസരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിന് കീഴിലുള്ള കോളേജുകളിലോ സ്കൂളുകളിലോ ക്രിസ്ത്യൻ കുട്ടികളോ ഹിന്ദു കുട്ടികളോ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട്, ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇല്ല. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലോ. ക്ഷമാപൂർവ്വം ഞാൻ കേട്ടിരിക്കുകയല്ലേ ചെയ്തത്. താങ്കൾ സഹിക്കും. കുരിശുമാല അകത്താണ് ഇട്ടിരിക്കുന്നത്. ആരും കയ്യിൽ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. ഞാൻ ആരെങ്കിലും കാണിച്ചോണ്ടല്ല നടക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. നിങ്ങളെ പോലെയല്ല വരെ മതം കൊണ്ട് നടക്കുന്നതല്ല ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? ഇല്ലല്ലോ. ഇല്ല, ആടിയിലും മുടിയിലും ഭക്ഷണത്തിലും ലിംഗത്തിലും എല്ലായിടത്തും മതം കൊണ്ട് നടക്കുന്ന നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ പറയട്ടെ, നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ ചർച്ചയിൽ ജിഹാദ് നടത്തല്ലേ? ജിഹാദ് നടത്തല്ലേ? നിങ്ങൾ സമാധാനപ്പെടും. ഇല്ല, നിങ്ങളുടെ ആളുകൾ ഇതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് തന്നെയാണ് ഇരവാദം. നിങ്ങൾ കാണിക്കാവുന്ന വരുന്ന ന്യായീകരിക്കുകയും ചെയ്യുന്ന ഈ ഇരവാദം കാരണമാണ് നിങ്ങൾ പ്രശ്നത്തിലാകുന്നത് ഉണ്ടാവുന്നത്. അപ്പോ അത് നിങ്ങൾ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയായ ഒരു ധരിക്കരുതെന്നോ അവരുടെ ശിരോവസ്ത്രം ധരിക്കരുതെന്നോ അവരുടെ തലപ്പാവ് ധരിക്കരുതെന്നോ. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. കാരണം ഇതിൽ നമ്മളിവിടെ എന്താ പറയുന്നത് വെച്ചാല്, ഒരു മിനിറ്റ്, ഇവിടെ തെറ്റിദ്ധാരണ തന്നെയാണ്. തെറ്റായ തെറ്റിദ്ധരിക്കലാണ് ബാസിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ ഉടായ്പ നടക്കില്ല. ഒരു സ്ഥാപനത്തിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കുക. അതിനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നിലനിൽക്കും. റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, അത് അനുവദിക്കപ്പെടും. ഇവിടെ അതിനകത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അത് പാലിച്ചേ പറ്റൂ. നിങ്ങൾ മുസ്ലിം സമുദായങ്ങൾ നടത്തുന്ന കോളേജുകളിലോ സ്കൂളുകളിലോ ഉള്ള അവിടെ മുസ്ലിങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ അപരവൽക്കരണം. എന്നിട്ട് കിടന്ന് നിലവിളിക്കരുത് ബാസിലെ. നിങ്ങളുടെ ഈ മറ കെട്ടിയിട്ടുള്ള പരിപാടി ഇവിടെ നടക്കില്ല. നിങ്ങൾ മറ കെട്ടിയിട്ട് നടത്തുന്ന പരിപാടി ഇവിടെ നടക്കില്ല. ഓക്കെ, അതിവിടെ എക്സ്പോസ് ചെയ്യപ്പെടും. അത് വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങളെ തക്കിയ കളി ഇവിടെ നടക്കരുത്. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന തക്കിയ കളികൾ എടുക്കരുത്. അത്തരം സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ അത് വെച്ചാലേ നിങ്ങൾക്ക് ആളെ കിട്ടുകയുള്ളൂ എന്നതുകൊണ്ട് നിങ്ങൾ ചില ചെയ്യുന്നു. എന്നാൽ മറ്റു സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ട് നിങ്ങൾ ആളെ പറ്റിക്കരുത്. അത് ഇസ്ലാമിൽ നിങ്ങൾ മദ്രസയിൽ പറ്റിച്ചാൽ മതി, ബിസ്നത്തിന്റെ സ്കൂളിൽ പറ്റിച്ചാൽ മതി. ഇവിടെ നടക്കില്ല. ഓക്കെ, ഓക്കെ, ശരി. ഞാൻ ഒറ്റ കാര്യം, ശ്രീ കെവിൻ പീറ്റർ, മന്ത്രി പറഞ്ഞ വിഷയം ഒരു വലിയ ചർച്ചയിലേക്ക് പോയി. മന്ത്രി അതിൽ നിന്ന് പിന്നോക്കം പോയി. അദ്ദേഹം അത് മയപ്പെടുകയും ചെയ്തു. അതിലും പക്ഷേ സ്കൂൾ അധികൃതർ തൃപ്തികരമായില്ല. മന്ത്രി സംസാരിച്ചത് ഭീഷണിയുടെ ഒരു സ്വരത്തിലാണ് എന്ന് പറയുന്നു. SCPയുടെ സർക്കുലർ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു നിലപാടിലേക്കോ പോയിട്ടില്ല സർക്കാർ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി
ഇല്ല, വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത് ഏതാണ്? അദ്ദേഹം ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ നിയമങ്ങളെയും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു ശരാശരി മന്ത്രി മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിന് രാജശാസനയോ അല്ലെങ്കിൽ അത്തേ പുറപ്പെടുവിക്കാനുള്ള അനുമതിയൊന്നും അവകാശമൊന്നും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ഒരൊറ്റ കാര്യം പറയണം, ഇവിടുത്തെ ഭരണഘടനയ്ക്കും ആ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള കോടതി വിധിക്കും അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. ഒന്നെങ്കിൽ അങ്ങനെ മതേതരത്വം അനുസരിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ മതത്തെ കോമ്പൗണ്ടിന് പുറത്ത് നിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി മതി എന്ന് പറഞ്ഞാൽ കാസ സമ്മതിക്കുമോ? എല്ലാം മാറ്റണമെങ്കിൽ എല്ലാം മാറ്റണം. അല്ല, അങ്ങനെ എല്ലാം മാറ്റിയാൽ കാസ സമ്മതിക്കുമോ? ബാക്കി ആർക്കും പറ്റില്ല, ആ രീതി പറ്റില്ല. പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. ശരി, ആരിഫ് ഹുസൈൻ, അതാണ് ചോദ്യം. അതായത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അതായിരിക്കും. ഇങ്ങോട്ടും അങ്ങോട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരുപക്ഷെ ഈ മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞ സർക്കാരിന് മതേതരത്വവും ഇതൊക്കെ കൂട്ടിക്കുഴച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. എല്ലാവരെയും പ്ലീസ് ചെയ്യേണ്ടി വരിക. പക്ഷേ ഈ സിസ്റ്റത്തിൽ, ഈ സൊസൈറ്റിയിൽ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം അത് നടപ്പാകുമോ? സ്വാഭാവികമായിട്ടും ചില ബാലൻസുകൾ വേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹിജാബ് ധരിക്കാതെ നീ ഇനി സ്കൂളിൽ പോകണ്ട എന്ന് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അവിടെ മുടങ്ങിപ്പോയേനെ. ആ വിഷയം, ആ ഒരു പോയിന്റിലേക്ക് ചർച്ച എവിടെയും എത്തിയിട്ടില്ല, ആരും അത് പറഞ്ഞിട്ടില്ല. യെസ്, അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിവിടെ പറയുന്നത് എന്താ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോഴും മതേതരമായിരിക്കണം, അത് പൊതുവിദ്യാലയങ്ങളായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാതലായ വശം അതാണ്. കാരണം അതിപ്പോ ഈ ക്രിസ്ത്യൻ സ്ഥാപനമായാലും ശരി, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നമ്മൾ അതിനെതിരെ നിൽക്കുന്നതിന്റെ കാരണം, നമ്മളൊക്കെ ബേസിക്കലി ഏത്തിസ്റ്റുകളായിട്ട് നിന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇതാണ് അതിലൊരു വിഷയം ഒന്നാമതായിട്ട് വരുന്നത്. അപ്പൊ ഇത് പൊതു സ്ഥാപനങ്ങളായിട്ട് നിൽക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ റെജി ലൂക്കോസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ മതത്തിന്റെ കാര്യം ചേർത്ത് പറയുന്നത് ശരിയാണെന്നൊക്കെ ചോദിച്ചു. നമ്മൾ എന്താ കണ്ടത്? ഇവിടെ എന്താണ് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് നടന്നിരുന്ന ആളുകൾ സ്വാമിയെ ശരണോ അയ്യപ്പ ഇങ്ങനെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് തരം ചോദ്യമാണെന്നാണ് നമുക്ക് ആളോട് ചോദിക്കേണ്ടത്. ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പോട്ടെ, അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. അവര് ആർക്കാണ് ഈ നിന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികൾക്കാണ്. ആ ജിഹാദികൾ ഉണ്ടാക്കുന്ന കുഴിയിൽ പോയി ചാടി കൊടുത്തിട്ട് അവരുടെ വഴി എളുപ്പം വെട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ജിഹാദികളുടെ ആവശ്യം എന്താണ്? ഇത് മതകീയമായിട്ട് ഇതിനെ ഒരു വിഷം കലക്കിയിട്ട് അതിൽ മീൻ പിടിക്കുന്ന ഒരു പണി, അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. അത് ഏത് വിസ്ഡം ജിഹാദി ആയാലും അതിനെതിർത്ത് പറഞ്ഞിരിക്കണം. ശരി, ഞാൻ ഈ സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ്. പ്രൈം ഡിബേറ്റ് രഞ്ജിത്ത് രാമേന്ദ്രനും ഇതേ വിഷയത്തിൽ തന്നെയാണ് ചർച്ച. വളരെയധികം നന്ദി അബ്ദുള്ള ബാസിൽ, കെവിൻ പീറ്റർ, ആരിഫ് ഹുസൈനൊപ്പം റെജി ലൂക്കോസ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനുള്ള ഒരു അവസ്ഥയിൽ എല്ലാ രാഷ്ട്രീയ കേരളം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലൈവ് 6. നമസ്കാരം.